मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. बच्चा आप ठीक है ना? എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചാപ്റ്റർ ആയിരുന്നു. യെസ്, ഏതാണ് ആ ചാപ്റ്റർ? ടാക്കിയ കി കഹാനി ഓർ കൻവർ സിംഗ് കി സുബാനി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു ലൈവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ടാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ടാക്കിയ അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ലെറ്ററൊക്കെ കൊണ്ടുവരുന്ന ആളെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? പോസ്റ്റ്മാൻ. അപ്പോൾ പോസ്റ്റ്മാൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ചാപ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്മാൻ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളിൽ ഓരോ പോസ്റ്റ്മാനൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ് കൊണ്ട് തരുന്ന ആളെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നോ? യെസ്. അപ്പോൾ പോസ്റ്റ്മാൻ്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കൻവർ സിംഗ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ് മാഷ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പോസ്റ്റ്മാനെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം അല്ലേ? അദ്ദേഹം ഒരു പ്രത്യേക ഒരു വസ്ത്രമൊക്കെ ധരിച്ചിങ്ങനെ വരുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ? വ്യത്യസ്ത നിറത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? നിങ്ങൾ നിക്ഷേപിച്ച കത്തുകളൊക്കെ അല്ലേ, ലെറ്ററുകളൊക്കെ എന്ത് ചെയ്യും? ആ ബോക്സിൽ നിന്നും എടുത്തിട്ട് അത് നിങ്ങൾ ആർക്കാണോ എഴുതിയ അഡ്രസ്, ആ അഡ്രസ്സിൽ എന്ത് ചെയ്യും? അത് പോസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്, അത്തരത്തിൽ പോസ്റ്റ്മാനൊക്കെ നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി വെച്ചു. ഇനി എന്താണ് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ടാക് സേവക് കോ കർണ ക്യാ ക്യാ ഹോത്താ ഹേ. നമ്മുടെ കഥാപാത്രമായ കൻവർ സിംഗിനോട് ചോദിക്കുകയാണ്, ടാക് സേവക് കോ കർണ ക്യാ ക്യാ ഹോത്താ ഹേ അല്ലേ? പോസ്റ്റ്മാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇവിടെ നമ്മുടെ കഥാപാത്രമായ കൻവർ സിംഗ് ആരാണ്? പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ പോസ്റ്റ്മാൻ ആയി ജോലി ചെയ്യുന്ന നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നെന്ത് ചെയ്യാണ് ചോദിക്കുകയാണ് അല്ലേ? ടാക് സേവക് അല്ലേ, പോസ്റ്റ്മാൻ അല്ലേ? പോസ്റ്റ്മാൻ എന്തെല്ലാം ജോലിയാണ് അല്ലേ, എന്തെല്ലാം ജോലിയാണ് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മുടെ കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചതിനുള്ള മറുപടിയാണ്. പക്ഷേ കോമൺ ആയിട്ട് ഒരു പോസ്റ്റ്മാൻ എന്തെല്ലാം ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസർ പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുജെ ബഹുത്ത് കുച്ച് കർണ ഹോത്താ ഹേ അല്ലേ? എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുജെ ബഹുത്ത് കുച്ച് കർണ ഹോത്താ ഹേ, എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ മക്കൾ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോ. ചിട്ടിയാം അല്ലേ? ചിട്ടിയാം എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ആണ് അല്ലേ? ലെറ്റേഴ്സ്, നമ്മൾ അയക്കുന്ന ഓരോ ലെറ്റേഴ്സ് ഉണ്ടാവും, ആ ലെറ്റേഴ്സ് ഒക്കെ ചെയ്യണം. അതേപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ പോസ്റ്റ്മാൻ ചെയ്യേണ്ട മറ്റൊരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? രജിസ്ട്രി പത്ര അല്ലേ? എന്താണത്? രജിസ്റ്റേർഡ് ലെറ്റർ അല്ലേ? രജിസ്റ്റേർഡ് ലെറ്റർ അല്ലേ? രജിസ്റ്റേർഡ് ലെറ്റർ ഒക്കെ ഒരു പോസ്റ്റ്മാൻ ചെയ്യണം. അതേപോലെ പിന്നെന്താണ്? പാർസൽ അല്ലേ? പാർസലായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അത് ചെയ്യണം അല്ലേ? അതേപോലെ ബിൽ അല്ലേ? ബിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ബിൽ അല്ലേ? ബില്ല് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നു അല്ലേ? അതേപോലെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചെയ്യുന്നതായിട്ട് നമ്മുടെ കൻവർ സിംഗ് പറയുന്നുണ്ട്. എന്താണ്? ബൂഡേ ലോഗോं की യെസ് പെൻഷൻ ആദി ചോട്നെ ഗാവ് ഗാവ് ജാത്താ ഹും. പിന്നെ പ്രധാനമായിട്ടും അദ്ദേഹം ചെയ്യുന്ന ഒരു ജോലി എന്താ? യെസ്, ബൂഡേ ലോഗോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ അല്ലേ? പ്രായമായ ആളുകളുടെ എന്താണ് ചെയ്യുന്നത്? പെൻഷൻ അല്ലേ? പെൻഷൻ എന്ത് ചെയ്യും? പെൻഷൻ അവരുടെ അടുത്ത് എത്തിക്കാൻ എന്ത് ചെയ്യും? അടുത്ത് എത്തിക്കാൻ അല്ലേ? അവരുടെ അടുത്ത് എത്തിക്കാൻ ഗ്രാമങ്ങളിൽ പോകാനുണ്ട് അല്ലേ? ഗ്രാമങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ സർക്കാർ ഓരോ പ്രായമായ ആളുകൾക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സർക്കാർ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പെൻഷൻ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങൾ തോറും എന്ത് ചെയ്യും? അവരുടെ അഡ്രസ്സിലേക്ക് അവരുടെ അഡ്രസ്സ് ഏതാണോ അവിടെ തന്നിട്ടുള്ളത് ആ അഡ്രസ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗ്രാമങ്ങൾ തോറും പോകും. എന്നിട്ട് ആ അഡ്രസ്സിലുള്ള ആളുകൾക്ക് അവരുടെ പെൻഷൻ കൈമാറും. ഇത്തരത്തിലുള്ള ജോലിയും ഞാൻ ചെയ്തു വരാറുണ്ട് എന്ന് കൻവർ സിംഗ് പറയാണ്. പക്ഷേ ഇത് നമ്മുടെ കഥാപാത്രം ചെയ്യുന്ന ജോലിയും അതേപോലെ
അതുപോലെ ആ ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലിയും കൂടിയാണിത്. ഇതേ പോസ്റ്റ്മാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഏതെല്ലാം എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. എന്താ ചെയ്യുക? ചിട്ടിയാം, ലെറ്റേഴ്സ് ഒക്കെ ചെയ്യും, രജിസ്റ്ററി പത്ര അല്ലേ, രജിസ്റ്റേർഡ് ലെറ്റർ ഒക്കെ ചെയ്യും, പാർസൽ ചെയ്യും അല്ലേ. പാർസൽ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഷൂ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ആ ഷൂ കൊടുക്കുക, പാർസലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. അത് ആ അഡ്രസ്സിൽ കിട്ടിയ സംഭവം അത് ആരുടെ അഡ്രസ്സിലാണോ അത് എത്തിക്കലും ആര് ചെയ്യും? നമ്മുടെ പോസ്റ്റ്മാൻ ചെയ്യണം. ബില്ല് ചെയ്യും അല്ലേ. അതേപോലെ ഭൂടലോകം അല്ലേ, പ്രായമായ ആളുകൾ, വൃദ്ധരായ ആളുകൾക്ക് അവരുടെ പെൻഷൻ അവരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങൾ തോറും എന്ത് ചെയ്യും? പോകാറുമുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലികൾ എന്തെല്ലാം എന്ന് നമ്മളോട് ചോദിച്ചാൽ ഇത്തരത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ മക്കളും ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതുമല്ലോ. യെസ്, ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.